ഹായ്, ഹലോ, നമസ്കാരം, ഹരി ഓം. അപ്പോൾ എന്നും പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പറയാണ്. പ്രാർത്ഥന 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 അല്ലേ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു മാറ്റം തീർച്ചയായിട്ടും ഈശ്വരൻ തന്നിരിക്കും എന്നുള്ളത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ അതിലേക്കൊക്കെ നമ്മൾ പൂർണ്ണമായ ആ മനസ്സൊന്ന് കൈവരിക്കണമെങ്കിൽ നമ്മളെ നല്ലപോലെ ഒന്ന് തീച്ചൂളയിലിട്ട് അത്രയും നമ്മളെ അനുഭവിപ്പിക്കും. അത് വേറെ കാര്യം. അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാകാൻ സാധിക്കും എന്ന് വെച്ചിട്ട് നമ്മളങ്ങ് ഇപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിൽ മനസ്സുകൊണ്ട് എനിക്ക് നല്ലൊരു ആത്മധൈര്യം നേടാൻ സാധിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭഗവാൻ തന്ന, ഈശ്വരൻ തന്ന ഒരു കഴിവ് തന്നെയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ കഴിവല്ല. നമ്മൾ ഈ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കൽ പറയുന്ന ഹരിനാമകീർത്തന ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിക നാരായണായ നമഃ. ഒരിക്കലും നമ്മുടെ കഴിവല്ല. നമ്മളൊന്നും അഹങ്കരിക്കരുത്. എൻ്റെ കഴിവാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്തത്. ഒരിക്കലും അങ്ങനെയുള്ള ഭാവമൊന്നും പാടില്ല. ഇതൊക്കെ നമുക്ക് ഈശ്വരൻ തരുന്നതാണ്. ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ, ഈശ്വരനെ പൂജിക്കുമ്പോൾ, മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മധൈര്യമാണ്. അത് വേറെ എവിടെ നിന്നും കിട്ടില്ല. ഏത് മനുഷ്യനെ ആശ്രയിച്ചാലും കിട്ടില്ല. പക്ഷേ ഈശ്വരൻ നമുക്ക് ചിലപ്പോൾ അന്നേരം നമ്മൾ ഈശ്വരൻ ആരെക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അല്ലേ, ആ ഒരു പ്രേമം, ഏറ്റവും വലിയൊരു ലോകത്തിലെ ഏറ്റവും കൂടിയൊരു പ്രേമം ഈശ്വരനോടും അല്ല അനുരാഗം, അതൊക്കെ നമുക്ക് ഭഗവാനോടുണ്ടാകുമ്പം ആ ഭഗവാനായിട്ട് നമുക്ക് കുറച്ച് ആരെങ്കിലുമൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് തരും. അതാ പറഞ്ഞിപ്പോൾ ആരെങ്കിലും ഗുരുദേവൻ നേരിട്ടിറങ്ങി വന്ന് ചെയ്യുമെന്നോ അല്ലെ കൃഷ്ണ പരമാത്മാവ് നേരിട്ട് വന്ന് ചെയ്യുമെന്നോ ഒന്നുമല്ല. അത് ഭഗവാൻ തന്നെ നമുക്ക് എവിടുന്ന് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തി തരും, നമുക്ക് ഓരോ വഴി തെളിച്ച് തരും. അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അന്നേരം അവിടെ നമുക്ക് ഇപ്പം ഞാൻ പറയുന്നു, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയരുത്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് പോകും. നമ്മളിപ്പം അയ്യോ ഞാനങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത് എന്ന് നമ്മൾ ബലാത്കാരമായിട്ടല്ല, നമ്മളിങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥനയിലോട്ട് ഇങ്ങനെ ഇതിൽ തന്നെ മുഴുകി പോകുന്നത് വെച്ചാൽ വേറൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. എല്ലാം നമുക്ക് വേണം. നമ്മൾ ജോലി ചെയ്യണം, നമുക്ക് സമ്പത്തുണ്ടാക്കണം. സമ്പത്തില്ലാതെ നമുക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കത്തില്ല. എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെ അടിസ്ഥാന ഘടകം പൈസ തന്നെയാണ്. പൈസ ഇല്ല നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അപ്പോൾ അതുണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് ഈശ്വരൻ തന്നെ കാണിച്ചു തരും. പിന്നെ നമ്മുടെ ചിന്തകൾ, നമ്മൾ വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ചിന്തിക്കും, നെഗറ്റീവ് ചിന്തകൾ, അതിനൊക്കെയാണ് ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്ന പുസ്തകമുണ്ട്. കുറേ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മലയാളത്തിൽ പരിവർത്തനം ചെയ്ത പുസ്തകങ്ങളാണ്. എനിക്ക് കുറേ പുസ്തകങ്ങളൊക്കെ മേടിച്ച് വായിക്കണം. അങ്ങനെ നമുക്ക് അറിവുണ്ടാകണം. അറിവ്, നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞ അറിവ് നേടണം. അറിവ് എല്ലാവർക്കും അതൊക്കെ സാധിക്കാൻ നമുക്ക് എന്തോ വേണം? നമുക്കൊന്നും വേണ്ട. നമുക്ക് പണം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, കുടുംബമഹിമ വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മൾ സ്വയം ഒന്ന് ഏതെങ്കിലും ഒരു സ്പാർക്ക്, ഇപ്പം ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് സ്പാർക്ക്, ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ്റെ വീട്ടിൽ സ്പാർക്ക് തോന്നി, എനിക്ക് അവളെ കണ്ടപ്പോൾ സ്പാർക്ക് തോന്നി, എനിക്ക് അവനെ കണ്ടപ്പോൾ സ്പാർക്ക് തോന്നി എന്ന് പറയുന്ന പോലെ ഇതിൽ വേണം സ്പാർക്ക് ഉണ്ടാകാൻ. അല്ലാതെ വല്ലാത്ത സ്പാർക്കിങ്ങൊന്നും അത്ര നല്ല സ്പാർക്കൊന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വേണം നമുക്ക് സ്പാർക്ക് ഉണ്ടാകാൻ. അതിൽ നിന്ന് നമ്മൾ തുടങ്ങിയേക്കണം. ഈശ്വരൻ ചിലപ്പോൾ ഞാനൊക്കെ എൻ്റെ മുത്തണ്ണ ഗൾഫിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പോൾ പിള്ളേരൊക്കെ ഉള്ളൂ അല്ലേ. അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ശരിക്കും നാമജപത്തിലൊക്കെ വന്ന് നാമം ചെല്ലാനൊക്കെ തുടങ്ങി അങ്ങനെ ഈശ്വരൻ ചിലപ്പോൾ അതിനന്നേരം എനിക്ക് അങ്ങനെയുള്ള വഴികളൊക്കെ വെച്ച് തന്നായിരിക്കാം. ഈശ്വരൻ തന്നെ ഒരുക്കി തന്നതായിരിക്കാം. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടവും. അല്ലാതെ ഒരു ദോഷങ്ങളോ ഒന്നും നമ്മൾ ഹിന്ദുക്കൾക്ക് പിന്നെ എല്ലാം അങ്ങ് ദോഷമാണ്. മിണ്ടുന്നതും എന്തോ ദോഷം. നമ്മുടെ സ്വഭാവം മാറിയ ഒരു ദോഷവും ഇല്ല. ജോലിയും ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം. മടി, അലസത വെടിയണം. അത്രയൊക്കെ മതി എന്നേ ജീവിക്കാൻ. ഇപ്പം ഇന്ന് ഇത്രയും മതി. കടയിൽ പോകണം. കിട്ടിയിരിക്കുക.